ഇതിപ്പോ 63-ാം സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അപ്പൊ 36-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭയായിരുന്ന ശ്രീഹരി വേദിയിലെത്തിയിരുന്നു. പക്ഷെ ശ്രീഹരി വെറുതെ അങ്ങ് എത്തുകയല്ല, വളരെയധികം വേഷപ്പകർച്ചയോടുകൂടിയൊക്കെയാണ് എത്തിയത്. അപ്പോ ഈ ശ്രീഹരി പഴയ കലാകാരന്മാർക്ക് മത്സരിച്ച് ജയിച്ചവർക്ക് ഇവിടെ വേദി വരുമ്പോൾ എന്തൊക്കെ ഓർമ്മകളായിരിക്കും, എന്തോരം ഓർമ്മകളായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ ശ്രീഹരിയുടെ വിശേഷങ്ങളിലേക്കാണ്. ഞാൻ ഡോക്ടർ GK ശ്രീഹരി. കലോത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മകളുടെ പൂക്കാലമാണ്. 1996 36-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം കോട്ടയത്ത് വെച്ച് നടന്ന സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭയാകാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. 36-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഞാൻ വന്നിരുന്നതെങ്കിൽ 36-ൽ നിന്ന് 63-ാം സ്കൂൾ കലോത്സവം എത്തുമ്പോഴത്തേക്ക് എൻ്റെ വേഷത്തിൽ ഒരുപാട് മാറ്റം വന്നു. ഞാൻ ഇന്നത്തെ സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥിയായ കൃഷ്ണനുണ്ണിയുടെ അച്ഛനായിട്ടാണ്, അവൻ്റെ കൈപിടിച്ചിട്ടാണ് 63-ാം സ്കൂൾ കലോത്സവത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. സാധനം എടുത്ത് ഒരു പിടി അരി 3-4 ഉടക്ക മീന് പഴിച്ചിട്ടാ. എന്താ ഇപ്പൊ ഇവിടെ നടന്ന വ്യവഹാരം? ഓ, മോണോആക്റ്റാണത്രേ. എന്ന് വെച്ചാ ഏകാഭിനയം. ഞാൻ ചാക്യാരുകുത്തിലെ മത്സരാർത്ഥി, കോഡ് നമ്പർ 1. അന്ന് ഒരു മത്സരാർത്ഥിയായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ വലിയ ടെൻഷനോ പങ്കപാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ ഒരു രക്ഷിതാവിൻ്റെ വേഷം കെട്ടി സദസ്സിലിരിക്കുമ്പോൾ വേദിയിൽ മകൻ ഓരോ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും വല്ലാത്ത ഒരു അങ്കലാപ്പും ടെൻഷനും ഒക്കെ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. വേദിയിൽ മകൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് അവനിലൂടെ കാണാൻ കഴിയുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.